ലേക്ക് പോവുകയാണ്. ഒരു നുറുങ്ങ് കഥയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജവഹറെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം നല്ലൊരു മനഃശാസ്ത്രജ്ഞൻ കൂടിയാണ്. തൃശ്ശൂർ അയ്യന്തോളാണ് താമസം. ഞാൻ നേരത്തെ അഡ്വക്കേറ്റായിരുന്നു, ഇപ്പോൾ ഡോക്ടറാണ്. ഡോക്ടർ ജവഹർലാൽ. നേരത്തെ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ ഒരു രീതി വെച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധമുള്ളൊരു കഥ ഞാൻ ഇന്നലെ ദേശാഭിമാനിക്ക് അയച്ചതാണ്. ആത്മാംശമുള്ള ഒരു കഥയാണ്. കഥ കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ദ ലാസ്റ്റ് ലെസൺ കഥ. പാപ്പ പറയുന്നത് സീരിയസ് ആയിട്ടാണോ? ഫോണിൻ്റെ മറുവശത്ത് യൂറോപ്പിലെ ഗവേഷണ വിദ്യാർത്ഥിയായ മകൾ ജ്വാല അല്പം ആശങ്കയോടെ ചോദിച്ചു. അദ്ദേഹം ചെറുതായി ചിരിച്ചു. അതേ മോളെ, വളരെ സീരിയസ് ആണ്. 59 വയസ്സുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ. വിദ്യാർത്ഥികളും നാട്ടുകാരും ഭാര്യയും അയാളെ മാഷേ എന്ന് വിളിക്കും. ജീവിതത്തിൽ നൂറുകണക്കിന് കുട്ടികൾക്ക് അറിവിൻ്റെ വഴി കാണിച്ച ഒരാൾ. പക്ഷേ അയാളുടെ മനസ്സിൽ പതിറ്റാണ്ടുകളായി ശാന്തമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വിചിത്ര സ്വപ്നമുണ്ടായിരുന്നു. അത് ബാല്യത്തിൽ തുടങ്ങിയതാണ്. ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ നടന്ന ശാസ്ത്ര പ്രദർശനം കാണാൻ പിതാവിനോടൊപ്പം പോയപ്പോൾ ഗ്ലാസ് കോഡിൽ സൂക്ഷിച്ചിരുന്ന പഴകിയ ഒരു മനുഷ്യ ശരീരം അവൻ കണ്ടു. ആ കാഴ്ച അവൻ്റെ മനസ്സിൽ ഒരു ചെറിയ ചോദ്യമായി മാറി. മരണത്തിന് ശേഷവും മനുഷ്യന് അറിവിന് ഉപയോഗിക്കാമല്ലോ. വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ സുവോളജി പഠിക്കാൻ ചേർന്നപ്പോൾ അനേകം ജീവികളുടെ ശരീരങ്ങൾ മാറി മാറി ഡിസെക്ഷൻ ചെയ്യേണ്ടി വന്നു. ഓരോ തവണയും അവൻ മനസ്സിൽ ചിന്തിച്ചു, ഇവ ശാസ്ത്രത്തിനായി പഠിക്കപ്പെടുന്നു. എന്നെയും മരണത്തിന് ശേഷം അറിവിന് ഉപയോഗപ്പെടുത്തണം. അതുമാത്രമല്ല, തവളയുടെയും മറ്റ് ജീവികളുടെയും ഹൃദയങ്ങൾ വേദനിച്ച് തുടിക്കുന്നത് കാണുമ്പോൾ ലെനിനും വേദനിച്ചു. അവൻ ആരും കാണാതെ കയ്യിലും കാലിലും ചെറിയ മുറിവുകൾ ഉണ്ടാക്കി നോക്കി. അങ്ങനെ ചെയ്യുമ്പോൾ ആരും അറിയാതെ അവൻ സന്തോഷിക്കുമായിരുന്നു. അവറ്റകളെ വേദനിപ്പിക്കുന്നതിനുള്ള പശ്ചാത്താപമാണ് അതിലൂടെ ലെനിൻ ചെയ്തു പോകുന്നത്. ഡിസെക്ഷനുള്ള ബുധനാഴ്ച ദിവസങ്ങളിൽ രാത്രി കുളിക്കുമ്പോൾ പലയിടത്തും അവന് നീറ്റലുണ്ടാകുമായിരുന്നു. അത് പിന്നീട് അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ബാധിക്കാൻ തുടങ്ങി. കുട്ടികൾക്കോ റസിയയ്ക്കോ ശരീരത്തിന് എന്തെങ്കിലും ആഘാതം പറ്റുമ്പോൾ അതിൻ്റെ വേദന അറിയാൻ സ്വയം അടിച്ചും ഇടിച്ചും നോക്കുക എന്നതൊക്കെ ഇന്നും അയാൾ ആരും അറിയാതെ ചെയ്യാറുണ്ടായിരുന്നു. കാലം കടന്നുപോയി. ജോലി, വിവാഹം, കുട്ടികളുടെ പഠനം, കുടുംബത്തിൻ്റെ തിരക്കുകൾ, ജീവിതം മുന്നോട്ട് പോയി. ബാല്യകാലത്ത് രൂപപ്പെട്ട് കൗമാരത്തിൽ ഉറച്ചുപോയ ചിന്തയും മോഹവും ഒരിക്കലും അയാളെ വിട്ടുപോയിരുന്നില്ല. ഇനി ഒരു ദിവസം അയാൾ തീരുമാനിച്ചു കുടുംബത്തോട് പറയണം. വാട്സപ്പ് ഗ്രൂപ്പ് കോളിൽ മക്കളെ വിളിക്കുകയായിരുന്നു. മോനെ ഉജ്ജ്വൽ, ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്താണ് പാപ്പ? ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യണം. അല്പം നിശബ്ദത. പാപ്പ ഇത് മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോൾ എന്താ കാര്യം? പണ്ടേയുള്ള ചിന്തയാണ്, പറയാൻ അവസരം ഒത്തുവന്നില്ല. അവൻ പതുക്കെ പറഞ്ഞു, പാപ്പ, ഇത് വലിയൊരു സേവനമാണ്. ഞാൻ എൻ്റെ സമ്മതം ഇമെയിലിൽ അയക്കാം. ജോല പറഞ്ഞു, പാപ്പ, ചിലർ എതിർക്കും, അറിയാം മോളെ. പക്ഷേ ശാസ്ത്രത്തിനും മനുഷ്യർക്കും ഇത് സഹായകമാകുന്നുണ്ടെങ്കിൽ ഞാൻ പാപ്പയുടെ തീരുമാനം പിന്തുണയ്ക്കുന്നു. ഞാനും ഇത് തന്നെയാണ് ഭാവിയിൽ ആഗ്രഹിക്കുന്നത്. അവളും തൻ്റെ മനസ്സിൽ തൻ്റെ സമ്മതം ഇമെയിലിൽ അയച്ചു. അയാൾ മനസ്സിൽ പറഞ്ഞു, എൻ്റെ കുട്ടികൾ, അവർ എന്നെ മനസ്സിലാക്കുന്നു. സാക്ഷികളായി ഒപ്പിട്ടത് ചങ്ങാതിമാരായ അഞ്ജന ടീച്ചറും സഹദ് മാസ്റ്ററും. ഭാര്യ റസിയയ്ക്ക് ഇത് എളുപ്പമല്ലായിരുന്നു. ഒരു ദിവസം അയാൾ നേരിട്ട് പറഞ്ഞു, റസിയ, ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണം. റസിയ അയാളെ പരിഭ്രമത്തോടെ നോക്കി. മാഷ് എന്തൊക്കെയാണ് പറയണം? നിങ്ങൾക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയതല്ല റസിയ, അതിൻ്റെ വളരെ പഴയൊരു ആഗ്രഹമാണ്. മാഷേ, നമ്മുടെ മതത്തിൽ ഇത് ശരിയാണോ? മയ്യത്ത് പെട്ടെന്ന് മറവ് ചെയ്യണമെന്നല്ലേ? കീറി മുറിക്കാൻ പാടുണ്ടോ? ഇത്തവണത്തെ ചോദ്യം ലെനിൻ സൺ ഓഫ് അഹമ്മദിനോട്. ലെനിൻ അത്ഭുതത്തോടെ, തെല്ല് ഭയത്തോടെ റസിയെ നോക്കി. റസിയ ഇതൊക്കെ ഇത്രയും വിശദമായി പഠിച്ചു വച്ചിട്ടുണ്ടോ? അതോ ആരോ ഇവിടെ പഠിപ്പിച്ചതോ? അവൻ ശാന്തമായി പറഞ്ഞു, റസിയ, ചിലർ എതിർക്കും, ചിലർ അംഗീകരിക്കും. പക്ഷെ ഞാനിതിനെ ഒരു ദാനമായാണ് കാണുന്നത്. ഗവേഷണത്തിനും പഠനത്തിനുമായുള്ള ഒരു ദാനം. റസിയയുടെ കണ്ണുകളിൽ ആശങ്ക. ആളുകൾ എന്ത് പറയും? അയാൾ ചിരിച്ചു. ആളുകൾ എപ്പോഴും എന്തെങ്കിലും പറയും. കുറച്ച് ദിവസങ്ങൾ അവൾ മിണ്ടാതെ നടന്നു. ഒടുവിൽ ഒരു ദിവസം അയാൾ കത്ത് മുന്നിൽ വെച്ചു. കണ്ണാ,
നിനക്ക് സമ്മതമുണ്ടെങ്കിൽ മാത്രം ഒപ്പിടൂ. റസിയ ഒപ്പിട്ടു. പക്ഷെ ഒപ്പിട്ട ഉടൻ അവൾ അല്പം ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു, മാഷേ, നിങ്ങൾ ആക്സിഡൻറ്റിലാവും മരിക്കുക. അപ്പോൾ മെഡിക്കൽ കോളേജ് ശരീരം എടുക്കില്ലല്ലോ. അവളുടെ ശബ്ദത്തിൽ ദേഷ്യവും ഭയവും കലർന്നിരുന്നു. കാരണം അവൾക്കറിയാം, ആക്സിഡൻറ്റിൽ മരിച്ചാൽ സാധാരണയായി മെഡിക്കൽ കോളേജ് ശരീരം സ്വീകരിക്കാറില്ല. അവൾ അങ്ങനെ പറഞ്ഞത് ദേഷ്യം കൊണ്ടല്ല, ഉള്ളിലെ ഭയം കൊണ്ടും സ്നേഹം കൊണ്ടുമായിരുന്നു. അവൻ മൃദുവായി പറഞ്ഞു, കണ്ണ, മരണത്തെക്കുറിച്ച് ആർക്കും ഒരറിവും കൃത്യമായില്ല. പക്ഷെ മരണശേഷം നമ്മുടെ ശരീരം മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അത് എത്രയോ നല്ലതല്ലേ. റസി ഒന്നും പറഞ്ഞില്ല. അയാളുടെ പഴയ സുവോളജി ക്ലാസ് കൂട്ടുകാരി മീരയുടെ ഭർത്താവിൻ്റെ മരണാനന്തര ചടങ്ങ്. അവിടെ പഴയ ക്ലാസ് കൂട്ടുകാർ പലരും എത്തുമെന്ന് ലെനിന് അറിയാമായിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. ലെനിൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ഒരു പഴയ ആഗ്രഹം ഓർമ്മയില്ലേ? ഒരാൾ ചിരിച്ചു, നീ നമ്മുടെ സെൻഡ് ഓഫ് ഡേക്ക് പറഞ്ഞ കാര്യമാണ്, ശരീരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യുമെന്ന്. അതിപ്പോഴും വിട്ടില്ലേ? വിജിത ചിരിക്കാൻ തുടങ്ങി. തുടർന്ന് എല്ലാവരും ലെനിൻ ശരിയെന്ന മട്ടിൽ തലകുറിക്കി. അതെ, ഞാൻ ഇന്ന് അത് ചെയ്യാൻ പോവുകയാണ്. അവർ അത്ഭുതത്തോടെ നോക്കി. സുരഭി പറഞ്ഞു, നിനക്ക് പ്രാന്തണ്ട. ഇവിടുന്ന് മെഡിക്കൽ കോളേജ് ദൂരമില്ല, നിങ്ങളെല്ലാവരും വരണം, ആ ചടങ്ങിന് സാക്ഷിയാകണം. സുഭാഷും സുരഭിയും ഗീതവും ശാരികയും ഒപ്പം ചേർന്നു. അവരെല്ലാവരും ചേർന്ന് അയാളുടെ വാഹനത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് പോയി. കാരണം അവനെ അവർക്ക് അത്രയും ഇഷ്ടമായിരുന്നു. മെഡിക്കൽ കോളേജ് എത്തുന്നവരെ സുഭാഷിൻ്റെ ഭരിതങ്ങൾ കേട്ട് ജന്തുലോകത്തിലെ കൂട്ടുകാർ പൊട്ടിച്ചിരിയായിരുന്നു. ജന്തുലോകം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര്. ലെനിൻ്റെ ജീവനുള്ള ബോഡി മെഡിക്കൽ കോളേജിൽ സമർപ്പിക്കാനുള്ള യാത്ര എന്ന മട്ടിലുള്ള രസികൻ കമൻറ്റുകൾ. ലെനിൻ്റെ പ്രേതം, അങ്ങനെ അങ്ങനെ. അനാറ്റമി വിഭാഗം മേധാവിയെ കണ്ട് ലെനിൻ തൻ്റെ സമ്മതപത്രം കൊടുത്തു. അല്പസമയത്തെ കാത്തിരിപ്പ്. അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ നിഷ ഒരു ചെറിയ കാർഡ് ലെനിന് കൈമാറി. സഹപാഠികൾ മൊബൈലിൽ ഫോട്ടോ പകർത്തുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഡോണർ കാർഡാണ്. ഇത് വളരെ വിലമതിക്കാനാകാത്തൊരു സംഭാവനയാണ്. പല വിദ്യാർത്ഥികളും ഇത് വലിയ സഹായകമാകും. പ്രത്യേകിച്ച് നിങ്ങളുടെ സമുദായത്തിൽ ഇത് വളരെ വളരെ അപൂർവമാണ്. ലെനിൻ ആ ഡോണർ കാർഡ് കയ്യിൽ പിടിച്ചു. അയാളുടെ കണ്ണിൽ ശാന്തമായൊരു പ്രകാശം. മനസ്സിൽ അയാൾ പിറുപിറുത്തു, ഒരു ദിവസം ഞാൻ ഇല്ലാതായ ശേഷം ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഇവിടെ വന്ന് നിൽക്കും. അവൻ മനുഷ്യ ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ പഠിക്കും. അപ്പോൾ എൻ്റെ ശരീരം ഒരു പുസ്തകമാകും. അവൻ മൃദുവായി ഡോക്ടർ നിഷയോട് പറഞ്ഞു, ജീവിതത്തിൽ ഞാനൊരു അധ്യാപകനായിരുന്നു. മരണത്തിന് ശേഷവും ഞാനൊരു പാഠമായി തുടരാൻ ആഗ്രഹിക്കുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ അയാളുടെ മനസ്സിൽ അത്ഭുതകരമായ ഒരു ശാന്തത കളിയാടിയിരുന്നു. മരണത്തിന് ശേഷവും തൻ്റെ ശരീരം അറിവിനായി, മനുഷ്യർക്കായി, ഭാവിയിലെ ഡോക്ടർമാർക്കായി ഒരു അവസാന പാഠമായി മാറുമെന്നുള്ള ഒരു നിർവൃതിയോട് അയാൾ സ്റ്റിയറിങ്ങിൽ കൈവച്ചു. ആക്സിലേറ്റർ മൃദുവായി അമർത്തി. അയാളും അയാളുടെ ജന്തുലോകത്തിലെ കൂട്ടുകാരും നിശബ്ദരായിരുന്നു. ആരും ഒന്നും സംസാരിച്ചില്ല. ഒരു മനുഷ്യൻ്റെ അവസാന ദാനം, ഒരു അധ്യാപകൻ്റെ അവസാന പാഠം. പലരും പല സ്റ്റോപ്പുകളിൽ ഇറങ്ങി. അവസാനം സുഭാഷ് ബസ് സ്റ്റാൻഡിലും വലിയൊരു ഭാരം ഇറക്കി വെച്ചുകൊണ്ടുള്ളൊരു യാത്ര. സമ്മിശ്ര വികാരങ്ങളുടെ വേലിയേറ്റവും വേലിയിറക്കവും. പഴുവിൽ സെൻറ്ററിൽ നിന്നും കരാഞ്ചിറ റോഡിനരികിലൂടെ സഞ്ചരിച്ച് കാട്ടൂർ കടവിലെത്തണം. അവിടെ റസിയും ഉമ്മയുമുണ്ട്. അമ്മായി കാണാൻ വന്നതാണ്. പുഴയോരത്തിലൂടെ നിശബ്ദമായ ഡ്രൈവിംഗ്. ഫോൺ റിങ് ചെയ്തു. പഴയ കൂട്ടുകാരി. കുറേ കാലമായി അവൾ വിളിച്ചിട്ട് കൈ അറിയാതെ തട്ടി. ചെവിയിൽ നിന്നും ഹെഡ്ഫോൺ നിലത്ത് വീണു. അതെടുക്കാൻ കൈയൊന്ന് ചാഞ്ഞപ്പോൾ മറുകൈയിലെ സ്റ്റിയറിംഗ് പെട്ടെന്ന് തെന്നി മറഞ്ഞു. ഞൊടിയുടെ നേരം കാർ പുഴയോരത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ശക്തിയായി ഇടിച്ചു. അതിൻ്റെ ബലത്തിൽ വാഹനം പകുതി പുഴയിലേക്കായി തൂങ്ങിക്കിടന്നു. നെഞ്ച് ശക്തമായി സ്റ്റിയറിംഗ് വീലിൽ കുത്തിയിടിച്ചു. അസഹ്യമായ വേദന. പുറകിൽ ആരൊക്കെ ഓടിക്കൊടുന്നു. ചിന്തകളുടെ മേൽ ഒരു കറുത്ത മേലങ്കി വന്ന് മൂടുന്നു. അകത്തുള്ള ആൾക്ക് ജീവനുണ്ടെന്ന് തോന്നുന്നു. ലെനിൻ ആ ശബ്ദം പുറകിൽ നിന്ന് കേട്ടു. പിന്നെ ഒന്നും കേട്ടില്ല. ആദ്യമായി ലെനിൻ ആരോടെന്നില്ലാതെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, മരിക്കാതിരിക്കാൻ, അതുവഴി തോൽക്കാതിരിക്കാൻ. താങ്ക് യു.